ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മാത്സ് ക്ലാസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഒന്നോ അതിലധികമോ പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ ക്യൂബ് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ സംഖ്യ 10 ക്യൂബ്. അപ്പൊ ഇവിടെ പൂജ്യത്തിന് മുമ്പ് വന്നേക്കുന്ന സംഖ്യ ഏതാണെന്ന് നോക്കുക. 1 ആണ്. 1ന്റെ ക്യൂബ് എത്രയാണ്? 1. ഈ 10 എന്ന് പറയുന്ന സംഖ്യ ഒരു പൂജ്യത്തിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അതിന്റെ ക്യൂബ് 3 പൂജ്യങ്ങളിലാണ് അവസാനിക്കുന്നത്. അതായത് എത്ര പൂജ്യങ്ങളിലാണ് ഒരു സംഖ്യ അവസാനിക്കുന്നത് അതിന്റെ 3 ഇരട്ടി പൂജ്യങ്ങളിലായിരിക്കും അതിന്റെ ക്യൂബ് അവസാനിക്കുന്നത്. ഇവിടെ ഒരു പൂജ്യമാണ്, ഇവിടെ 3 പൂജ്യങ്ങൾ കൊടുക്കുക. ഈ 20 ക്യൂബ്. 2ന്റെ ക്യൂബ് എത്രയാണ്? 8 ആണ്. ഇനി ഇവിടെ ഒരു പൂജ്യമാണുള്ളത്. അപ്പൊ ഇതിന്റെ ക്യൂബ് 3 പൂജ്യത്തിലായിരിക്കും അവസാനിക്കുന്നത്. അപ്പോൾ 1, 2, 3. അടുത്തത് 300 ക്യൂബ്. 3ന്റെ ക്യൂബ് എത്രയാണ്? 27. ഇനി ഇവിടെ ഈ സംഖ്യ 2 പൂജ്യത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. അപ്പൊ 300ന്റെ ക്യൂബ് എത്ര പൂജ്യത്തിൽ അവസാനിക്കും? 2ന്റെ 3 ഇരട്ടി പൂജ്യങ്ങളിൽ അവസാനിക്കും. അതായത് 2ന്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 6 പൂജ്യങ്ങളിലാണ് അവസാനിക്കുന്നത്. അപ്പോ 1, 2, 3, 4, 5, 6. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാം.